السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയ നിറഞ്ഞ സഹോദരിമാരെ, പഠിതാക്കളെ, അള്ളാഹുവിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ എപ്പോഴും കൃത്യമായി പാലിക്കണമെന്ന് ആദ്യമായി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചവനെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ, സത്യവിശ്വാസികളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചെറുതും വലുതുമായ പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെല്ലാവരും രക്ഷപ്പെടുത്തുകയും പടച്ചവന്റെ എല്ലാ പരീക്ഷണങ്ങളെയും താങ്ങാനുള്ള, അത് ഉൾക്കൊള്ളാനുള്ള ആത്മീയമായ കരുത്ത് റബ്ബ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ. പ്രിയമുള്ള സത്യവിശ്വാസിനികളായ സഹോദരിമാരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ അന്ത്യനിമിഷങ്ങളിൽ ഉണ്ടായ സുപ്രധാനമായ ചില സംഭവങ്ങളെ കുറിച്ച് വിശുദ്ധ ഖുർആനിലും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലും സീറയിലും ഒക്കെ വന്നിട്ടുള്ള സ്വീകാര്യോഗ്യമായ ചില കാര്യങ്ങളാണ് ഈ ഒരു സന്ദർഭത്തിൽ ഈ ക്ലാസ്സിലൂടെ നിങ്ങളെ കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഇത് ഒരു റബീഉൽ അവ്വൽ മാസമാണ്. ചരിത്രത്തിൽ ഇതിനുള്ള സ്ഥാനവും നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യവും കൂടിയാണ്. റബീഉൽ അവ്വൽ മാസം 12ാമത്തെ ദിവസം തിങ്കളാഴ്ച, ഹിജറ വർഷം 11 63ാമത്തെ വയസ്സിൽ അള്ളാഹുവിന്റെ പ്രവാചകനായ മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താവുകയാണ്. യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത്, പ്രവാചകന്റെ ജീവിതം, ഇതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുന്ന വിഷയങ്ങൾ. പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് എന്തൊക്കെയാണ് ചെയ്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കാൻ നേരത്ത് പറഞ്ഞ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും എന്തൊക്കെയാണ്, ഇതെല്ലാം പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ ഉൾക്കൊണ്ട് ഒരു യഥാർത്ഥ മുഅ്മിനായി ജീവിക്കലാണ് പ്രവാചകന്റെ വഫാത്തിലൂടെ നമുക്ക് ലഭിക്കേണ്ട ഗുണപാഠങ്ങൾ. അതാണ് യാഥാർത്ഥ്യം. പക്ഷെ പലപ്പോഴും നാട്ടിൽ നടക്കുന്ന ചർച്ച പ്രവാചകന്റെ ജീവിതത്തെക്കുറിച്ചോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ അന്ത്യവേളകളിലുണ്ടായ സംഭവ വികാസങ്ങളെ കുറിച്ചല്ല, മറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ദിവസത്തെ സംബന്ധിച്ചാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ദിവസം കൃത്യമായി നമുക്ക് ചരിത്രത്തിൽ എവിടെയും കാണാൻ സാധിക്കില്ല. വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ ചരിത്രത്തിൽ വന്നിട്ടുണ്ട് എങ്കിൽ പോലും എന്നാണ് പ്രവാചകൻ ജനിച്ചത് എന്ന് ഒരു സ്വഹീഹായ റിപ്പോർട്ടായിട്ട് നമുക്ക് കൃത്യമായിട്ട് ഉറപ്പ് പറയാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു റിപ്പോർട്ട് നമുക്ക് എവിടെയും കാണാൻ സാധിക്കില്ല. എന്നാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടത് പ്രവാചകനായതുകൊണ്ട്, പ്രവാചകത്വം കിട്ടിയതിന് ശേഷമാണ് മരണപ്പെട്ടത് കൊണ്ട്, അതിനാൽ ആ ചരിത്രം എപ്പോഴും ഓർമ്മിപ്പിക്കപ്പെടുന്ന കാര്യമാണ്. ആ ചരിത്രം എപ്പോഴും ഓർമ്മിച്ചു കൊണ്ടിരിക്കുന്ന വിഷയമാണ്. നമ്മെ സംബന്ധിച്ച് പഠിക്കേണ്ടതും ഈ പറഞ്ഞ പാഠം ഉൾക്കൊള്ളേണ്ടതും പ്രവാചകന്റെ ജീവിതത്തെ സംബന്ധിച്ചും മരണത്തെ സംബന്ധിച്ചുമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, മരണമെന്ന് പറയുന്നത് അതൊരു ദുഃഖമുണ്ടാക്കുന്ന യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ ഏറ്റവും ബന്ധപ്പെട്ട ഒരാള് മരിക്കുമ്പോൾ, നമ്മുടെ വീട്ടിൽ നമ്മൾ വളർത്തി വലുതാക്കിയ നമ്മുടെ പിതാവ് മരിച്ചാൽ നമുക്കുണ്ടാകുന്ന സങ്കടവും വിഷമവും ദുഃഖവും ആരോടും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര അഗാധമാണ്. അതേപ്രകാരം തന്നെയാണ് നമ്മുടെ ഒരു മാതാവ് മരിച്ചാൽ, നമ്മുടെ ജ്യേഷ്ഠനോ അനുജനോ ജ്യേഷ്ഠത്തിയോ അനുജത്തിയോ നമുക്ക് ഏറ്റവും ബന്ധപ്പെട്ടുള്ള ആളുകൾ, നമ്മളുമായി കൂടുതൽ അടുക്കുന്ന ആളുകളുടെ മരണം നമ്മുടെ മനസ്സിൽ അഗാധമായ ദുഃഖവും പ്രയാസവും സങ്കടങ്ങളും ഒക്കെ ഉണ്ടാക്കും. എന്നാൽ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നമുക്ക് ഈ സത്യസന്ദേശം എത്തിച്ചു തന്ന
നമുക്ക് ദീന് പഠിപ്പിച്ചു തന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം മറ്റുള്ളവരെക്കാളൊക്കെ, നമുക്ക് ആരൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ടോ അവരുണ്ടാക്കിയ വിഷമങ്ങളെക്കാളൊക്കെ വലിയ വിഷമമാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിലൂടെ ഒരു സത്യവിശ്വാസിക്ക് ലഭിക്കുന്നു. കാരണം മറ്റൊന്നുമല്ല, ദീൻ എത്തിച്ചു തന്നത് അള്ളാഹുവിന്റെ പ്രവാചകനാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹുവിൽ നിന്ന് ലഭിച്ച വഹി പ്രകാരമാണ് ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ആവശ്യമായ വിശ്വാസകാര്യങ്ങളെ കുറിച്ച്, അതേപോലെ തന്നെ ഇബാദത്തുകളെ കുറിച്ച്, അമല സ്വാലിഹാത്തിനെ കുറിച്ചൊക്കെ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ പ്രവാചകന്റെ മരണം വിശ്വാസിക്ക് വലിയൊരു വേദനയാണ്, വലിയ സങ്കടമാണ്, ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അഗാധമായ ദുഃഖമാണ് പ്രവാചകന്റെ മരണം നമ്മുടെയൊക്കെ മനസ്സിൽ കോറി വെച്ചിട്ടുള്ളത്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഹദീസിൽ കാണാം, സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ഇദാ അസ്വാബ അഹദക്കും മുസീബ, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു ആപത്ത്, ഒരു മുസീബത്ത്, ഏതെങ്കിലും തരത്തിലുള്ള ഒരു അപകടം, അത് ഏത് തരത്തിലുള്ള അപകടമായാലും വേണ്ടിയില്ല, സാമ്പത്തിക പ്രയാസം, കുടുംബത്തിൽ ആരുടെയെങ്കിലും മരണം, ഒരു ആക്സിഡന്റ്, അങ്ങനെ ഏത് തരത്തിലുള്ള ഒരു മുസീബത്ത് അത് നിങ്ങൾക്ക് ബാധിച്ചാൽ ഫലദ്കുർ മുസീബത്തുഹു ബി, അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് എന്തിനെ കുറിച്ചായിരിക്കണം? അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ നിന്ന് മരണപ്പെട്ടു പോയതിലൂടെ ലഭിച്ച, ആ മരണപ്പെട്ടതിലൂടെ നമുക്ക് ഏൽക്കേണ്ടി വന്ന മുസീബത്തിനെ കുറിച്ചായിരിക്കണം. അങ്ങനെ പ്രവാചകന്റെ ആ മരണത്തെ സംബന്ധിച്ച് നമ്മൾ ഓർക്കുമ്പോൾ നമ്മുടെ ലൈഫിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മുസീബത്തുകൾ, കഴിഞ്ഞു പോയത്, നടന്നുകൊണ്ടിരിക്കുന്നതെല്ലാം നമുക്ക് ചെറുതായി തോന്നും. ഉദാഹരണത്തിന്, നമുക്ക് കുറെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ വീണു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു ആക്സിഡന്റിലൂടെ നമ്മുടെ കയ്യിനോ കാലിനോ ഏതെങ്കിലും തരത്തിലുള്ള ഫ്രാക്ചർ, പൊട്ടലുണ്ടായി എന്ന് വിചാരിക്കുക. അത് വളരെ വലിയൊരു പ്രയാസം നമുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, വളരെ വലിയ വേദന ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഉറങ്ങാൻ പറ്റാത്ത ദിനരാത്രങ്ങൾ അതിലൂടെ കടന്നു പോയിട്ടുണ്ട്. അത് വല്ലാത്തൊരു സംഘടനമായ പ്രയാസകരമായ നിമിഷമായിരുന്നു. അതെല്ലാം കഴിഞ്ഞു ഇപ്പോൾ നമുക്ക് കുറച്ചു നാളുകൾക്ക് മുമ്പ് കയ്യിൽ വേറൊരു പരിക്ക് വന്നാൽ നമുക്ക് ആ പരിക്ക് ഇതിനു മുമ്പുണ്ടായ ആക്സിഡന്റിനേക്കാളൊക്കെ വലുതായി തോന്നൂല. കാരണം ഇതൊരു ചെറുതായി അനുഭവപ്പെടും. മുമ്പുണ്ടായതാണ് ഏറ്റവും വലിയ അപകടം. എന്ന പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളും പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം, അത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടതിലൂടെ ഉണ്ടായ ദുഃഖത്തെ അപേക്ഷിച്ച് അത് വളരെ വലിയ ഒരു ദുഃഖമല്ല, ഒരു ചെറിയ അപകടമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫൈനഹ മിൻ അഗ്ദബിൽ മസാഇബ്, അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ കാരണം, അത് തീർച്ചയായും ഏറ്റവും വലിയ മുസീബത്ത്, ഏറ്റവും വലിയ ആപത്തുകളിൽ പെട്ടതാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം എന്ന് പറയുന്നത്. ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത് പ്രവാചകന്റെ മരണം അത് മുസ്ലിങ്ങൾക്ക് നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ നഷ്ടമാണ്. മുസ്ലിം ലോകത്തിന് സംഭവിച്ച ഏറ്റവും വലിയ ദുഃഖവും പ്രയാസവുമാണ് അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം എന്ന് പറയുന്നത്. ആ മരണം സംഭവിച്ചത് റബീഉൽ അവ്വൽ 12 അന്നാണ്. നമ്മൾ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ആരെങ്കിലും കുറ്റപ്പെടുത്താനോ ഒറ്റപ്പെടുത്താനോ മാറ്റി നിർത്താനോ ഒന്നുമല്ല. നമ്മുടെ പരലോകവുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ടാണ് ഞാൻ അത്രയും ഗൗരവത്തിൽ ഈ വിഷയം നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ള ഒരു കാരണം. ആ പ്രവാചകൻ അത്രമാത്രം നമുക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. പ്രവാചകന്റെ മരണമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖകരമായ ദിനം എന്ന് പറയുമ്പോൾ, ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ച റബീഉൽ അവ്വൽ അന്ന് ചില ആളുകൾ ആഘോഷമായിട്ട് അതിനെ കൊണ്ടാടുകയാണ്. റോട്ടിലൊക്കെ എന്തുമാത്രം ആഭാസത്തരമാണ് ആ ദിവസം നമുക്ക് കാണാൻ പറ്റുന്നത്. കൊട്ടും കൊലവയും പാട്ടും ഡാൻസും റോഡ് വഴിമുടക്കിയിട്ടൊക്കെ കാട്ടിക്കൊണ്ടിരിക്കുന്ന കോപ്രാട്ടിത്തരങ്ങൾ, ഇതെല്ലാം കാണുമ്പോൾ ഒരു യഥാർത്ഥ വിശ്വാസിക്ക് സങ്കടമാണ് ഉണ്ടാകുന്നത്, ദുഃഖമാണ് ഉണ്ടാകുന്നത്. എന്നാൽ ഇസ്ലാമിനെ എതിർക്കുന്ന, ഇസ്ലാമിനെ വിമർശിക്കുന്ന യുക്തിവാദികളായ ആളുകൾ, ഇസ്ലാമിന്റെ ശത്രുക്കൾ, ഈ ഇസ്ലാം എന്ന് പറഞ്ഞ് കൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ കൊണ്ടാടുന്ന, തിമിർത്താടുന്ന ഈ പ്രോഗ്രാം കാണുമ്പോൾ യഥാർത്ഥത്തിൽ
അവരൊക്കെ സന്തോഷിക്കാൻ. അവരുടെ മനസ്സിൽ എന്താണ്? ഇസ്ലാമിനെ ഇതുപോലെ വികൃതമായി ഈ റോട്ടിലൂടെ പരിഹസിക്കപ്പെടുമ്പോൾ അവര് മനസ്സുകൊണ്ട് സന്തോഷിക്കുന്നു. ഇസ്ലാമിന്റെ ശത്രുക്കൾ ഇസ്ലാം ഇത്രമാത്രം മോശമായിട്ട് ചിത്രീകരിക്കപ്പെടുന്നല്ലോ എന്ന വലിയ ആനന്ദമാണ് അവരുടെയൊക്കെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. ഇതുപോലെ ഈ ഫോണവും അത്താഘോഷവും ഒക്കെ ആയിട്ട് നമ്മുടെയൊക്കെ പല ക്യാമ്പസുകളില് നമ്മുടെയൊക്കെ സഹോദരിമാരായ മുസ്ലിം പെണ്ണുങ്ങൾ തട്ടമിട്ട് മക്കനയിട്ട് ബുർക്ക ഇട്ടിട്ട് പോലും ഈ ഓണാഘോഷ പരിപാടിയിലെ വലിയ വലിയ പാട്ട് വെച്ച് ഡാൻസ് ആടി തെരുവീതികളിൽ തിമിർത്താടുമ്പോൾ അവിടെ സന്തോഷിക്കുന്നത് യഥാർത്ഥത്തില് ഇസ്ലാമിനെ വിമർശിക്കുന്ന, ഇസ്ലാമിനെ എതിർക്കുന്ന ആളുകളാണ്. അവർ പറയുന്ന കമന്റ്, ഇസ്ലാം ഇത്രമാത്രം സ്വാതന്ത്ര്യത്തിന് നൽകിയ, സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നൽകിയ ഒരു മതമാണ്. ഇവിടെ മുസ്ലിങ്ങളും ഹൈന്ദവരും ക്രൈസ്തവ സഹോദരന്മാരും എല്ലാം ഒരുമിച്ച് ജീവിക്കേണ്ടവരാണ്. അതിന് പുതിയ ഒരു തലമുറ വളർന്നു വരുന്നു, അതിന് ആശംസ നേരണമെന്നാണ് പല ആളുകളും ഈ എഴുത്തിലൂടെയും പ്രസംഗത്തിലൂടെയും പറഞ്ഞുകൊണ്ടിരിക്കുക. അവരുടെയൊക്കെ മനസ്സിൽ ഒരു വലിയ സന്തോഷമാണ്. മക്കനയിട്ട പെണ്ണുങ്ങൾ, കാരണം ഇസ്ലാമിന്റെ ഒരു ഇസ്സത്ത്, ഒരു അടയാളം എന്ന് പറയുന്നത് തട്ടവും മക്കനയും പിന്നെ പർദ്ദയും ഒക്കെ എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ചിഹ്നങ്ങളായി പൊതുവെ അംഗീകരിക്കപ്പെടുമ്പോൾ അതെല്ലാം റോട്ടിലൂടെ വലിച്ചേക്കപ്പെടുമ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ അവർക്ക് സന്തോഷമാണ് ഉണ്ടാവുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇസ്ലാമിനെ എതിർക്കുന്ന ആളുകൾക്ക് ഈ പറയപ്പെട്ട റോട്ടിലെ പ്രകടനങ്ങൾ നബിദിനത്തിന്റെ പേരിലായാലും അതുപോലെ തന്നെ ഓണത്തിന്റെ പേരിലായാലും ഇസ്ലാമിനെ എതിർക്കുന്ന ആളുകൾക്ക് ഒരു വലിയ സന്തോഷമാണ് അതിലൂടെ ലഭിക്കുന്നത്. ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അനസ് റളിയല്ലാഹു പറയാണ്, അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ വന്ന സമയത്ത് മദീന മുഴുവനും പ്രകാശപൂരിതമായി. എന്ന് പറഞ്ഞാൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്ത് വന്നപ്പോൾ മദീനയിലെ വിളക്കുകളെല്ലാം കത്തി എന്ന അർത്ഥമല്ല, മറിച്ച് പ്രവാചകന്റെ വരവ് മദീനക്കാർക്ക് വലിയ സന്തോഷമുണ്ടാക്കി. നമുക്കറിയാം, സാധാരണ നമ്മുടെയൊക്കെ വീട്ടില് നമ്മൾ കാത്തിരുന്ന നമ്മുടെയൊക്കെ പിതാവോ ജ്യേഷ്ഠരോ പ്രവാസ ജീവിതം നയിക്കുന്ന ആളുകൾ, അവര് 5ഉം 10ഉം 2 3 വർഷത്തിന് ശേഷം വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ട്, ബാപ്പ വീട്ടിലേക്ക് വന്നപ്പോൾ വീട് പ്രകാശപൂരിതമായി. അല്ലെങ്കിൽ നമ്മുടെ മകൻ കല്യാണം കഴിച്ച് ഒരു പുതിയ പെണ്ണിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ ആ പെണ്ണിന്റെ വരവോടുകൂടി വീട് പ്രകാശപൂരിതമായി എന്ന് പറയുന്ന ഒരു ഉപമ എന്ന് പറയുന്ന പോലെ. പക്ഷെ അതിനേക്കാളൊക്കെ ഭംഗിയായിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തേക്ക് എത്തിയപ്പോൾ ഇനി മദീനത്ത് വഹി ഇറങ്ങുന്നു, പ്രവാചകനെ സ്വഹാബിമാർക്ക് പിന്നെ സത്യവിശ്വാസികൾക്ക് നേർക്ക് നേരെ കാണാം, അവരുടെ കൂടെ പ്രവാചകന്റെ കൂടെ ഇരിക്കാം, യാത്ര ചെയ്യാം, ഭക്ഷണം കഴിക്കാം. അങ്ങനെ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി മദീനത്ത് വന്നപ്പോൾ മദീന പ്രകാശപൂരിതമായി എന്നാണ് അനസ് റളിയല്ലാഹു പറയുന്ന ഹദീസ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ ഫലമ്മാ കാനൽ യൗമുൽ ലദി മാത ഫീഹി, അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ട വഫാത്തായ ദിവസം അദ്ലമ മിൻഹാ കുല്ലു ഷൈ, എല്ലാം ഇരുട്ടിലായി പ്രവാചകൻ വഫാത്തായി, അള്ളാഹുലേക്ക് മടങ്ങിപ്പോയി. അള്ളാഹുവിന്റെ പ്രവാചകനക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വഹ്യ് അത് നിലച്ചു. ഇനി പ്രവാചകനെ കാണാൻ കഴിയില്ല, പ്രവാചകന്റെ കൂടെ ഇരിക്കാൻ കഴിയില്ല, പ്രവാചകനുമായിട്ട് സംസാരിക്കാൻ കഴിയില്ല. ലോകത്ത് ഇന്നേ വരെ നടന്നിട്ടുള്ള എല്ലാ പ്രകാശത്തിന്റെയും ഒരു കേന്ദ്രം എന്ന നിലക്ക് അള്ളാഹുവിന്റെ പ്രവാചകന്റെ മരണം താങ്ങാൻ പറ്റാത്ത പ്രയാസമാണ് പ്രിയമുള്ളവരെ ഇസ്ലാമിക ലോകത്ത്, ഇസ്ലാമിക ചരിത്രത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ലോകത്ത് ഇന്നേ വരെ നടന്നിട്ടുള്ള എല്ലാ ദുരിതങ്ങളും, ലോകത്ത് ഇന്നേ വരെ സംഭവിച്ചിട്ടുള്ള മുഴുവൻ പരീക്ഷണങ്ങളും തുലാസിന്റെ ഒരു തട്ടിലും അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് മൂലമുണ്ടായ സങ്കടം അതാ തുലാസിന്റെ മറ്റേ തട്ടിലും വെച്ചാൽ നിങ്ങൾക്കറിയാമോ, കൂടുതൽ തൂക്കമുണ്ടാവുന്നത് പ്രവാചകന്റെ മരണം മൂലമുണ്ടായ ഒരു വലിയ ദുരന്തമാണ്. പ്രവാചകന്റെ മരണം മൂലമുണ്ടായ വലിയ സങ്കടമാണ് ലോകത്ത് സംഭവിച്ച എല്ലാ അപകടങ്ങളെക്കാളും വലുത് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കണം. അതുകൊണ്ട് ഒരുപാട് ഗുണപാഠങ്ങൾ നമുക്ക് പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും ഒരു യഥാർത്ഥ സത്യവിശ്വാസിയായിക്കൊണ്ട് ജീവിച്ച് മരിക്കാനും ആവശ്യമായ ഒരുപാട് ഗുണപാഠങ്ങൾ അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിലൂടെ നമുക്ക് നേടിയെടുക്കാനുണ്ട്.
വഫാത്തിലൂടെ നമുക്കറിയാനുണ്ട് പ്രിയമുള്ളവരെ. നാം പഠിക്കേണ്ടതും പകർത്തേണ്ടതും പ്രവാചകന്റെ ജനനത്തെക്കുറിച്ചല്ല, മറിച്ച് പ്രവാചകൻ മരണനേരത്ത് നമുക്ക് നൽകിയ പ്രവാചകന്റെ ഉപദേശത്തെ സംബന്ധിച്ചാണ്. എന്താണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുന്നതിന്റെ മുമ്പ് ആ സമയത്ത് പറഞ്ഞ വാചകങ്ങൾ എന്തൊക്കെയായിരുന്നു? പ്രവാചകൻ മരിക്കണ ആ സമയത്ത് സ്വഹാബിമാരുടെ പ്രതികരണം എന്തായിരുന്നു? എങ്ങനെയായിരുന്നു അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്ത്യനിമിഷം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ അന്ത്യ നിമിഷത്തെ സംബന്ധിച്ച് പ്രമാണങ്ങളിൽ വന്നത് പ്രകാരം നാം മനസ്സിലാക്കണം. അവിടെയും ഇവിടെയും കേട്ടതുപോലെ, ആരെങ്കിലും യൂട്യൂബിൽ പ്രസംഗിച്ചതുപോലെ, ഏതെങ്കിലും ഒരാൾ എഴുതിയതുപോലെയോ ആരെങ്കിലും ഒക്കെ വഅദ് പറഞ്ഞതിലൂടെയോ അല്ല അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടത്. മറിച്ച് പ്രമാണങ്ങളിലൂടെയാണ് നമുക്കത് അറിയേണ്ടത്. ഖുർആനിലും സ്ഥിരപ്പെട്ട ഹദീസിലും അള്ളാഹുവിന്റെ പ്രവാചകനെ കുറിച്ച് വന്നിട്ടുള്ള സീറയിൽ നിന്നുമാണ് നമുക്ക് പ്രവാചകന്റെ വഫാത്തിനെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുന്നതിന്റെ മുമ്പ് ചില സൂചനകൾ നൽകി. നമുക്കറിയാം, ഹിജ്റ 10-ാം വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാൻ നബി മദീനയിൽ വന്ന് 20 ദിവസം ഇത്തികാഫിരുന്നു. പ്രവാചകൻ മദീന പള്ളിയിൽ ഹിജ്റ 10-ൽ റമദാനിൽ 20 ദിവസം പ്രവാചകൻ ഇത്തികാഫിരുന്നു. സാധാരണ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 10 ദിവസമേ ഇത്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു. ഈ 20 ദിവസത്തെ ഇരുപ്പ് പ്രവാചകന്റെ അവസാന നാള് അടുത്തു എന്നതിന്റെ അടയാളമായി നമുക്ക് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരികയാണ്. അവരെല്ലാം പറയുന്നത് തന്റെ ആയുസ് അവസാനിക്കാറായി എന്ന സൂചനയാണ് 20 ദിവസത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തിന് നൽകിയത്. അള്ളാഹുവിലേക്ക് ഇബാദത്തുകൾ വർദ്ധിപ്പിക്കാനും തന്റെ ഉമ്മത്തിന് അതിലൂടെ മാതൃക കാണിക്കാനുമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 20 ദിവസം തന്റെ അവസാനത്തെ വർഷത്തിൽ മദീന പള്ളിയിൽ ഇത്തികാഫിരുന്നു. ആ വർഷം തന്നെ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം 2 പ്രാവശ്യം ഖുർആൻ ഓതി കേൾപ്പിക്കാൻ വേണ്ടി വന്നു. എല്ലാ വർഷവും 1 പ്രാവശ്യമാണ് റമദാൻ വരാറുള്ളത്. പ്രവാചകൻ ഓതും, പ്രവാചകന്റെ ഓത്ത് കേൾക്കും, ജിബ്രീൽ അലൈഹിസ്സലാം ഓതും, ആ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ഓത്ത് കേൾക്കും. അങ്ങനെ എല്ലാ വർഷവും 1 പ്രാവശ്യം വന്നിരുന്ന ജിബ്രീൽ അലൈഹിസ്സലാം ആ വർഷം 2 പ്രാവശ്യം അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകന്റെ അടുക്കിലേക്ക് വന്നു എന്നുള്ളതാണ്. മാത്രമല്ല, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ യമനിലേക്ക് ദൂതനായി അയക്കുകയാണ്. ആ സന്ദർഭത്തിൽ യാത്ര അയക്കുന്ന ആ ഒരു നേരത്ത് മുആദ് റളിയല്ലാഹു അൻഹു ഒട്ടകപ്പുറത്ത് കയറിയിരിക്കുന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒട്ടകത്തിന്റെ കയറ് പിടിച്ചുകൊണ്ട് മുആദിന്റെ കൂടെ നടക്കുകയാണ്. എന്നിട്ട് ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, യാ മുആദ്, ഏ മുആദേ, യാ മുആദ്, ഏ മുആദേ, ഇന്നക അസാ അൻ ലാ തൽഖാനി ബഅദ ആമി ഹാദ. മുആദേ, ഈ വർഷത്തിനു ശേഷം എന്നെ നീ ഒരു പക്ഷേ കണ്ടുമുട്ടിയേക്കില്ല. വലഅല്ലക തമുറു മസ്ജിദി ഹാദ വഖബ്രി. ഒരു പക്ഷേ നീ മടങ്ങി വരുമ്പോൾ, യമനിൽ നിന്ന് നീ തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ എന്റെ ഈ പള്ളിയും എന്റെ ഖബറുമാണ് നീ കാണുക. അതുകൊണ്ട് ഒരു പക്ഷേ നിന്റെ അവസാനത്തെ കാഴ്ചയായിരിക്കും മുആദേ എന്ന് അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദിനോട് ആ സന്ദർഭത്തിൽ പറഞ്ഞു. മാത്രമല്ല, ഹജ്ജത്തുൽ വദാഇന്റെ സന്ദർഭം, വിടവാങ്ങൽ പ്രസംഗത്തിന്റെ നേരത്ത് തനിക്ക് മരണസമയം അടുത്തിരിക്കുന്നു, തന്റെ ദൗത്യം പൂർത്തിയായി, എന്നിൽ നിന്ന് ഈ ആദർശം സ്വീകരിക്കപ്പെടാൻ അള്ളാഹു നീ തൗഫീക്ക് നൽകണമേ എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളോട് സംസാരിക്കുന്ന രംഗം നമുക്ക് ഹദീസിലും സീറയിലും കാണുവാൻ സാധിക്കും. ഹജ്ജത്തുൽ വദാഇന്റെ സമയത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയാണ്, ജനങ്ങളെ എന്റെ ഈ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. എന്താണ് ഞാൻ പറയുന്നത്? ലഅല്ലി ലാ അൽഖാഖു ബഅദ ആമി ഹാദ. ഒരു പക്ഷേ ഞാൻ നിങ്ങളെ അടുത്ത വർഷം എനിക്ക് നിങ്ങളുമായി സംസാരിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല, ഞാൻ നിങ്ങളുമായി കണ്ടുമുട്ടണമെന്നില്ല അടുത്ത വർഷം. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണമെന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളം ഉപദേശങ്ങൾ ആ ഹജ്ജത്തുൽ വദാഇന്റെ സമയത്ത് മുസ്ലിങ്ങൾക്ക് നൽകുകയാണ്. എന്നിട്ട് പ്രവാചകൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണ് പ്രവാചകൻ ചോദിച്ചത്? അല്ലയോ സത്യവിശ്വാസികളെ,
ഞാൻ നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നിൽ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം, ഈ ദഅവത്ത്, ഈ മതത്തിന്റെ പ്രബോധനം, അതിന്റെ വഴികൾ, അതെല്ലാം ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തന്നിട്ടില്ലയോ എന്ന് ചോദിച്ചപ്പോൾ അവിടെ കൂടിയിരുന്ന മുഴുവൻ സ്വഹാബിമാരും സത്യവിശ്വാസികളും പറഞ്ഞു, ഖാലു ബലാ യാ റസൂലല്ലാഹ്. അവർ പറഞ്ഞു, അതേ പ്രവാചകരെ, അങ്ങേക്ക് ഏൽപ്പിക്കപ്പെട്ട ആ മഹത്തായ ദൗത്യം, ഉത്തരവാദിത്വം താങ്കൾ കൃത്യമായിട്ട് ഞങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു മഷ്ഹദ്, അല്ലാഹു മഷ്ഹദ്, അല്ലാഹു മഷ്ഹദ്. അല്ലാഹുവേ നീ സാക്ഷിയാണ്, അല്ലാഹുവേ നീ സാക്ഷിയാണ്, അല്ലാഹുവേ നീ സാക്ഷിയാണ്. നീ എനിക്ക് ഏൽപ്പിച്ച ഉത്തരവാദിത്വം മുഴുവനും ഞാൻ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്, ഈ സമൂഹം അത് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന ആ വർത്തമാനവും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം ആസന്നമായി എന്നതിന്റെ അടയാളമാണ്. മാത്രമല്ല ഹജ്ജത്തുൽ വദാഇന്റെ ആ ഒരു ദിവസത്തിൽ ഇറങ്ങിയ ആയത്ത് സൂറത്തുൽ മാഇദയിലെ 3-ാമത്തെ വചനം നമുക്കെല്ലാവർക്കും പരിചയമുള്ള ആയത്താണ്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കും ഇസ്ലാമ ദീന. അൽയൗം, ഈ ദിവസം, ഇന്നേ ദിവസം, അക്മൽതു ലക്കും ദീനക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ മതത്തെ ഞാൻ പരിപൂർണമാക്കി തന്നിരിക്കുന്നു. അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഞാൻ നിങ്ങൾക്ക് പരിപൂർണമായും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ഈ മതം പൂർത്തിയാക്കി തന്നിട്ടുണ്ട്. വഅത്മംതു അലൈക്കും നിഅമതി, എന്റെ നിഅമത്ത്, എന്റെ അനുഗ്രഹം, എന്റെ ഈ ദഅവത്ത്, ഈ ദീനി പ്രബോധനം, അത് നിങ്ങൾക്ക് നാം കൃത്യമായിട്ട് ഏൽപ്പിച്ചു തന്നിട്ടുണ്ട്, എന്റെ അനുഗ്രഹം നിങ്ങൾക്ക് നാം നൽകിയിട്ടുണ്ട്. വറദീതു ലക്കും ഇസ്ലാം ദീന, നിങ്ങൾക്ക് ദീനിനെ, ഇസ്ലാമിനെ ദീനായിട്ട് തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞിറങ്ങിയ ആ അൽ മാഇദയിലെ 3-ാമത്തെ ആയത്തും അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം അടുത്തു എന്നതിന്റെ അടയാളമായിരുന്നു. മറ്റൊരു സൂചന, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഹുദ് യുദ്ധത്തിൽ ഷഹീദായ ശുഹദാക്കളുടെ ഖബർസ്ഥാൻ ബഖീഉൽ അർഖദ് സന്ദർശിക്കാൻ വേണ്ടി പോയി. എന്നിട്ട് അവിടെ ചെന്നിട്ട് മരിച്ചുപോയ ഖബറിൽ കിടക്കുന്ന ആളുകൾക്ക് പറയാറുള്ള പ്രാർത്ഥന, ദുആ ചൊല്ലിയതിനു ശേഷം ഇതും കൂടി ചേർത്ത് പറഞ്ഞു, ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ, തീർച്ചയായിട്ടും ഞങ്ങള് നിങ്ങളിലേക്ക് മടങ്ങി വരേണ്ടവരാണ്, നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിച്ചേരേണ്ടവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രാർത്ഥന അവിടെ അവസാനിപ്പിച്ചു. ആ ഒരു സന്ദർശനവും ആ ഒരു പോക്കും അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം അവസാനിക്കാറായി, വഫാത്ത് അടുക്കാറായി എന്നതിന്റെ വലിയ ഒരു സൂചനയായിരുന്നു. അതിനുശേഷം അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രോഗം തുടങ്ങി, പ്രവാചകനിക്ക് അസുഖം തുടങ്ങി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, നമ്മുടെ ഉമ്മയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, പ്രവാചകന്റെ പത്നിമാർ, അന്ന് ജീവിച്ചിരുന്ന പ്രവാചകന്റെ പത്നിമാരൊക്കെയും ചുറ്റുഭാഗത്തും കൂടിയിരിക്കുന്നുണ്ട്. പ്രവാചകന്റെ ഭാര്യമാരെല്ലാവരും രോഗം ബാധിച്ച പ്രവാചകന്റെ ചുറ്റുഭാഗത്തും കൂടിയിരിക്കുന്നു. ആ നേരത്ത് പ്രവാചകന്റെ പൊന്നോമന പുത്രിയായ ഫാത്തിമ, ഖബ്ദ്, എന്റെ കരളിന്റെ കഷ്ണം എന്ന് വിശേഷിപ്പിച്ച ഫാത്തിമ റളിയല്ലാഹു അൻഹ ആ ഒരു സദസ്സിലേക്ക് കടന്നു വരികയാണ്. നമുക്ക് ചരിത്രത്തിലും ഹദീസിലും ഒക്കെ കാണാൻ സാധിക്കും. മിഷിയത്തുഹ മിൻ മിഷിയത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫാത്തിമ ബീവിയുടെ വരവ് പോലും ചരിത്രത്തിൽ എത്ര ഭംഗിയായിട്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആ ഫാത്തിമ ബീവിയുടെ വരവ്, മിഷിയത്തുഹ, അവളുടെ നടപ്പ്, ആ നടന്നു വരവ്, മിൻ മിഷിയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏത് രൂപത്തിലാണോ നടക്കുന്നത് ആ രൂപത്തിൽ, അങ്ങനെയാണ് ഫാത്തിമ ബി അള്ളാഹിന്റെ പ്രവാചകന്റെ അടുക്കിലേക്ക് നടന്നു വരുന്നത്. എന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചകന്റെ അടുക്കൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമ ബീവി ഇരിക്കുകയാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമ ബീവിയെ ചേർത്ത് പിടിച്ചു. എന്നിട്ടും ചേർത്ത് പിടിച്ചു കഴിഞ്ഞപ്പോൾ ഫാത്തിമ ബി റളിയല്ലാഹു ഉണ്ടായ സംഭവം നമുക്ക് ചരിത്രത്തിൽ കാണാം. ഫബക്കത്ത് ബുകാഅൻ ശദീദ, ചേർത്ത് പിടിച്ചപ്പോൾ ഫാത്തിമ ബി റളിയല്ലാഹു വളരെ ശക്തമായിട്ട് വേദനയോടെ കരയാൻ തുടങ്ങി. അങ്ങനെ അവളുടെ വിഷമം
വർദ്ധിച്ചപ്പോൾ രണ്ടാമതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്ത് പിടിച്ചു. ഫൈദാഹിയ തൽഹക്ക്, രണ്ടാമത്തെ ചേർത്ത് പിടിക്കലിൽ അതാ ഫൈദാഹിയ തൽഹക്ക്, ഫാത്തിമ റളിയല്ലാഹു അൻഹ ചിരിക്കാൻ തുടങ്ങി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ആദ്യം കരഞ്ഞതിനെ കുറിച്ചും പിന്നീട് ചിരിച്ചതിനെ സംബന്ധിച്ചും ചോദിക്കപ്പെട്ടപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം രഹസ്യമായിട്ട് എന്നോട് പറഞ്ഞു, മോളെ, ഓരോ വർഷവും ജിബ്രീൽ ഉപ്പയുടെ അടുക്കൽ ഖുർആൻ ഓതി കേൾപ്പിക്കാറുണ്ടായിരുന്നു ഒരു പ്രാവശ്യം. എന്നാൽ മകളെ, ഈ പ്രാവശ്യം അദ്ദേഹം എനിക്ക് 2 തവണ ഖുർആൻ ഓതി കേൾപ്പിച്ചു. എന്റെ ആയുസ് അവസാനിക്കാറായി എന്നല്ലാതെ മറ്റൊന്നും ഞാൻ ഇതിൽ കാണുന്നില്ല. അതിനാൽ ഫാത്തിമ മകളെ, നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക, നീ ക്ഷമിക്കുകയും ചെയ്യുക. നിനക്ക് മുൻഗാമിയായ പരലോകത്ത് ആദ്യം പോകുന്ന ആൾ എന്ന നിലയിൽ ഞാൻ എത്രയോ നല്ലവനാണ് എന്നാണ് പ്രവാചകൻ എന്നോട് പറഞ്ഞത്. അത് കേട്ടപ്പോൾ എനിക്ക് കരച്ചിൽ വന്നു. എന്നാൽ ചിരിക്കാനുള്ള കാരണം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതും കൂടി പറഞ്ഞപ്പോഴാ, അമാ തർദൈന അൻ തകൂനി സയ്യിദത്ത നിസാഇൽ മുഅ്മിനീൻ ഔ സയ്യിദത്ത നിസാഇ ഹാദിൽ ഉമ്മ, ഈ സമുദായത്തിലെ സ്ത്രീകളുടെ നേതാവ്, അല്ലെങ്കിൽ ഈ ഈ സത്യവിശ്വാസികളായ സ്ത്രീകളുടെ നേതാവ്, അല്ലെങ്കിൽ ഈ സമുദായത്തിന്റെ സ്ത്രീകളുടെ നേതാവായി മാറാൻ നീ ഇഷ്ടപ്പെടുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ ആ വർത്തമാനത്തിലാണ് എനിക്ക് സന്തോഷമുണ്ടായതും ഞാൻ ചിരിച്ചത് എന്നും ഫാത്തിമ റളിയല്ലാഹു അൻഹ പിന്നീട് പറയുകയുണ്ടായി. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രോഗം മൂർച്ഛിച്ചു. പ്രവാചകൻ ചോദിക്കുകയാണ്, ഐന അന ഗദൻ, ഞാൻ എവിടെയാണ് നാളെ താമസിക്കുന്നത്? നമുക്കറിയാം, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ, ഓരോ ഭാര്യമാരുടെയും വീട്ടിലാണ് അള്ളാഹുവിൻ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ ദിവസവും നറുക്കിട്ട് താമസിച്ചത്. അപ്പൊ ഞാൻ നാളെ എവിടെയാണ് താമസിക്കുന്നത് ചോദിച്ചപ്പോൾ എല്ലാവരുടെയും അഭിപ്രായം, എല്ലാ ഭാര്യമാരും പറഞ്ഞു, ആയിഷ ബീവിയുടെ വീട്ടിൽ പ്രവാചകൻ ശ്രമിക്കട്ടെ. കാരണം പ്രവാചകനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്ന ഭാര്യ ആയിഷ ബീവിയായിരുന്നു. ധാരാളം ഗുണങ്ങൾ, നമുക്ക് പിന്നീട് ഒരു ദിവസം പറയാം, ധാരാളം ഗുണങ്ങൾ ആ മഹദിക്കുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ ഭാര്യമാരെ സംബന്ധിച്ചു ആയിഷ ബീവിയുടെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്രമിക്കാൻ അങ്ങനെ നടക്കാൻ പ്രവാചകനിക്ക് വളരെ പ്രയാസമുണ്ടായി. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഫളൽ ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്നീ 2 മഹാന്മാരുടെ ചുമലിൽ കൈവച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വേച്ചു നടന്നു. പ്രവാചകനിക്ക് പനി ആരംഭിച്ചു. പനി ആരംഭിച്ചപ്പോൾ ആശ്വാസത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ തലയിലേക്ക് നിങ്ങൾ വെള്ളം ഒഴിക്കാൻ. അങ്ങനെ പ്രവാചകന്റെ തലയിലേക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം 7 കപ്പ് ഒഴിക്കാൻ തുടങ്ങി. ഹഫ്സ റളിയല്ലാഹു അൻഹയാണ് പ്രവാചകന്റെ തലയിലേക്ക് വെള്ളം കോരി പിന്നെ ഒഴിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ പ്രവാചകന് കുറച്ച് ആശ്വാസം വന്നു. ആശ്വാസം വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമൻ കാന ഖബ്ലകും കാനു യത്തഖിദൂന ഖുബൂറ അംബിയാഇഹിം വസ്വാലിഹിം മസാജിദ. ആ മരണവേളയിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായ ചില ഉപദേശമാണ് നൽകുന്നത്. തീർച്ചയായും എനിക്ക് മുമ്പ് കഴിഞ്ഞുപോയ സമൂഹം, അവർ ചില ആളുകൾ പ്രവാചകന്മാരുടെയും സ്വാലിഹായ മനുഷ്യന്മാരുടെയും ഖബറുകളെ ആരാധനാ കേന്ദ്രമാക്കി മാറ്റിയിട്ടുണ്ട്. ഇന്നി അൻഹാക്കും ദാലിക, ഞാൻ തീർച്ചയായിട്ടും അതിനെ എതിർക്കുന്നു, ഞാൻ അതിനെ വിരോധിക്കുന്നു. എന്ന് പറഞ്ഞാൽ എന്റെ ഖബറിനെ നിങ്ങൾ ആരും ആരാധനാ കേന്ദ്രമാക്കാൻ പാടില്ല. ഒരു ഖബറിനെയും നിങ്ങൾ ആരാധനാ കേന്ദ്രമാക്കാൻ പാടില്ല. അവിടെ ചെന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് പോലെ, അള്ളാഹുവിനോട് ചോദിക്കുന്ന പോലെ അവിടെ വിളക്കും പൂവും മറ്റു കാര്യങ്ങളെല്ലാം സമർപ്പിച്ച് ശിർക്ക് ചെയ്യുന്ന ഒരു പ്രവർത്തനം നിങ്ങളിൽ നിന്നുണ്ടാകാൻ പാടില്ല എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ ആ നിമിഷം തന്റെ ഉമ്മത്തിന് ശക്തമായ ഭാഷയിൽ നിർദ്ദേശം നൽകുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം കൂടി പറഞ്ഞു, ഒരടിമക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഖ്തിയാർ, സ്വാതന്ത്ര്യം നൽകുകയാണ്. എന്താണ് ആ സ്വാതന്ത്ര്യം? ദുനിയാവിലെ സൗകര്യം അനുഭവിച്ച് ഇവിടെ നിൽക്കണോ, അള്ളാഹുവിന്റെ സൗകര്യങ്ങളെല്ലാം ആസ്വദിച്ച് ഈ ദുനിയാവിൽ നിൽക്കണോ, അതല്ല അള്ളാഹുവിന്റെ അടുക്കൽ ഉള്ളത് സ്വീകരിക്കണമോ എന്ന് ഒരടിമക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഖ്തിയാർ, സ്വാതന്ത്ര്യം കൊടുത്താൽ ഞാൻ എന്ത് ചെയ്യും? അവന്റെ അടുക്കൽ ഉള്ളതിനെ ഞാൻ സ്വീകരിക്കും. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ വിധി എന്റെ മരണമാണെങ്കിൽ, അള്ളാഹുവിന്റെ അടുക്കലുള്ള ആ സ്വർഗം
അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സന്ദർഭത്തിൽ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞുപോയി. കാരണം അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി, എന്തോ ഒരു ആപത്ത്, എന്തോ ഒരു വിപത്ത് സംഭവിക്കാൻ വേണ്ടി പോകുന്നു എന്ന് അദ്ദേഹത്തിന് ആ സന്ദർഭത്തിൽ മനസ്സിലായി. പിന്നീട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേദന കൂടി, വ്യാഴാഴ്ച വേദന വർദ്ധിച്ചു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു പേപ്പർ നിങ്ങൾ കൊണ്ടുവരിക, ഞാൻ ചില കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാം, നിങ്ങൾക്കത് എഴുതിയെടുക്കാമെന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു പറഞ്ഞു, നബിക്ക് വല്ലാത്ത വേദനയുണ്ട്, അള്ളാഹുവിന്റെ പ്രവാചകനക്ക് വല്ലാത്ത വേദനയുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ നബിയെ നിങ്ങൾ ആരും പ്രയാസപ്പെടുത്തേണ്ട, നമ്മുടെ കയ്യിൽ ഖുർആൻ ഉണ്ടല്ലോ, ആ ഖുർആൻ മതി എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ എല്ലാവരും ഒന്ന് മാറി നിൽക്കാൻ വേണ്ടി പറഞ്ഞു. കാരണം പ്രവാചകനിക്ക് ആ സന്ദർഭത്തിലുള്ള സംസാരം എന്തോ ചെറിയ അസ്വസ്ഥത ഉണ്ടാക്കിയെന്ന് തോന്നുന്നു, അല്ലാഹുവല്ലം. ഏതായാലും എല്ലാവരോടും മാറി നിൽക്കാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് ഖുർആൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതും കൂടി പറഞ്ഞു വളരെ ഗൗരവത്തിൽ, അസ്വലാ 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 വമാ മലക്കത്ത് അയ്മാനുക്കും. അസ്വല, നമസ്കാരത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, നമസ്കാരത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. നമസ്കാരം വളരെ ഗൗരവമുള്ള വിഷയമാണ്. നിങ്ങൾ ഒരിക്കലും അത് പാഴാക്കാൻ പാടില്ല. നിങ്ങളുടെ വലങ്കൈ ഉടമപ്പെടുത്തിയിട്ടുള്ള അടിമകൾ അവരുടെ വിഷയത്തിലും നിങ്ങൾ ഗൗരവത്തോടു കൂടി നമസ്കാരത്തെ സംബന്ധിച്ചും മറ്റു കാര്യങ്ങളെ കുറിച്ചുമൊക്കെ അവരുടെ വിഷയത്തിൽ നിങ്ങൾ വളരെ ഗൗരവമായ താല്പര്യം ഉണ്ടാകണമെന്ന് അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മരിക്കണ സമയത്താണ് പറയുന്നത്. നിങ്ങൾ നോക്കൂ, നമസ്കാരത്തിന്റെ വിഷയത്തിൽ പോലും ആ ഒരു സമയത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഉപദേശം എത്രമാത്രം മഹത്തരമാണ് പ്രിയ സഹോദരിമാരെ. അതിനുശേഷം തന്റെ പിൻഗാമിയായി വരേണ്ടത് ആരാണ് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരിക്കണമെന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ചില സൂചനകൾ നൽകുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മരണാസന്നനായി ആ വേദന അനുഭവിച്ച നേരത്ത് അവിടെ ഇമാമത്ത് നിർത്തിയത്, ഇമാമായി വന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതിലൂടെ ലോകത്തിന് നൽകിയ ഒരു വലിയ സന്ദേശം, പ്രവാചകന്റെ മരണശേഷം ഈ ഉമ്മത്തിനെ നിയന്ത്രിക്കേണ്ടതും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും മുസ്ലിം സമൂഹത്തിന്റെ ഖലീഫയായി തീരേണ്ടതും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരിക്കണമെന്ന ഒരു സൂചനയായിരുന്നു ഇമാമത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അങ്ങനെ വ്യാഴാഴ്ച രോഗം കഠിനമായി ഇശാ സമയത്ത് പള്ളിയിലേക്ക് പോകണമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പനിയാണെങ്കിലോ കഠിനമായി പ്രവാചകന്റെ തലയിലേക്ക് വെള്ളമൊഴിച്ചു. വെള്ളമൊഴിച്ച് എഴുന്നേറ്റപ്പോഴേക്കും ബോധം നഷ്ടമായി. വീണ്ടും വെള്ളമൊഴിച്ചു. അങ്ങനെ വെള്ളമൊഴിക്കുമ്പോൾ ബോധം കിട്ടും. ആ വെള്ളത്തിന്റെ ആ ഒരു നൈർമല്യം അതിങ്ങനെ കുറച്ച് കുറയുമ്പോൾ വീണ്ടും പ്രവാചകനുക്ക് ബോധം നഷ്ടമാകും. അങ്ങനെ വെള്ളം ഒഴിച്ചും ബോധം നഷ്ടമായും പിന്നീട് വെള്ളം ഒഴിച്ചും 3 പ്രാവശ്യം ഈ ഒരു സംഭവം ആവർത്തിച്ചു കൊണ്ടിരുന്നു. അതിനുശേഷം വ്യാഴാഴ്ച കഴിഞ്ഞു. വെള്ളി ശനി നമസ്കാരങ്ങൾക്ക് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നേതൃത്വം നൽകി. അത് കഴിഞ്ഞിട്ട് പ്രവാചകന്റെ കയ്യിലുണ്ടായിരുന്ന 7 ദീനാറ് ദാനം ചെയ്തു. പ്രവാചകന്റെ ഒപ്പം ഉണ്ടായിരുന്ന പ്രവാചകന്റെ അടിമകളെ മോചിപ്പിച്ചു. തന്റെ പക്കലുണ്ടായിരുന്ന ആയുധങ്ങൾ വിശ്വാസികളെ ഏൽപ്പിച്ചു. പിന്നീട് അതൊക്കെ കഴിഞ്ഞു. തിങ്കളാഴ്ച അന്നാണ് നമ്മുടെ പ്രിയങ്കരനായ ലോകത്തിന്റെ മാണിക്കക്കല്ലായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താവുന്നത്. തിങ്കളാഴ്ച ദിവസം അന്നത്തെ സുബൈ ജമാഅത്ത് ഇമാമത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവിയുടെ റളിയല്ലാഹു അൻഹ മുറിയിലിരുന്ന് വെരിപ്പ് നോക്കി കാണുമ്പോൾ പ്രവാചകൻ കണ്ട കാഴ്ച വിശ്വാസികൾ ഒന്നാകെ സഫായി നമസ്കരിക്കുന്ന അതിസുന്ദരമായ കാഴ്ചയാണ്. നമുക്ക് ഹദീസിലും ചരിത്രത്തിലും ഒക്കെ കാണാൻ സാധിക്കും. അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കാഴ്ച കാണുമ്പോൾ വർക്കത്ത് മുസ്ഹഫിന്റെ താളുകൾ പോലെ അതിസുന്ദരമായിരുന്നു പ്രവാചകന്റെ മുഖം. കാരണം അന്ത്യനാളിൽ പ്രവാചകന്റെ ആ സുന്ദരമായ കാഴ്ചക്ക് വിധേയമാവുന്നത് മുസ്ലിം സമൂഹം, മുസ്ലിം ഉമ്മത്ത്, അവിടെ ഉണ്ടായിരുന്ന സ്വഹാബിമാരെല്ലാവരും ഒരുമിച്ച് നമസ്കരിക്കുന്ന കാഴ്ചയാണ്. പ്രവാചകന്റെ വലിയ ഒരു ആഗ്രഹം ഈ സമൂഹത്തിന്റെ, ഈ ഉമ്മത്തിന്റെ ഇസ്സത്ത് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ
ജമാഅത്തായ ജമാഅത്ത് നമസ്കാരത്തിലൂടെ ലഭിക്കുന്ന ഇസ്സത്താണ്. ആ ഇസ്സത്തിന്റെ അടയാളമായ ജമാഅത്ത് നമസ്കാരം കാണുമ്പോൾ പ്രവാചകന്റെ മുഖം ഏതാണ്ട് മുസ്ഹഫിന്റെ താള് പോലെ ആയിരുന്നു നമുക്ക് ഹദീസിൽ കാണുവാൻ സാധിക്കും. അത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാഴ്ച കാണുകയാണ്. ഉള്ളിലേക്ക് തന്നെ പോയി. പിന്നീട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ വിളിച്ചുകൊണ്ട് ആ സംഭവം പറഞ്ഞു. നമ്മൾ കേട്ടു ആ സംഭവം 2 പ്രാവശ്യം. ആദ്യത്തെ പ്രാവശ്യം ഫാത്തിമ ബീവി കരയുന്നു, 2ാം പ്രാവശ്യം ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ചിരിക്കുന്നു. ആ സംഭവമാണ് ഈ ഒരു സന്ദർഭത്തിൽ പറയുന്നത്. എന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതും കൂടി പറഞ്ഞു, മകളെ, ഉപ്പ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ഉപ്പ നിങ്ങൾ വലിയ വേദന അനുഭവിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വലിയ പ്രയാസമുണ്ട്, നിങ്ങൾക്ക് വലിയ ദുഃഖമുണ്ട്, വലിയ വേദന നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്ന് ഫാത്തിമ ബീവി പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തിൽ പറഞ്ഞു, ലൈസ അലാ അബീക കർബുൻ ബഅദൽ യൗം. പ്രിയമകളെ, ലൈസ അലാ അബീക കർബുൻ, ഇതിനു ശേഷം ബഅദൽ യൗം, ഈ ദിവസം കഴിഞ്ഞാൽ നിന്റെ ഉപ്പാക്ക് ഒരു വേദനയും ഉണ്ടാവുകയില്ല, ഒരു പ്രയാസവും ഉണ്ടാവുകയില്ല, ഒരു ദുഃഖവും ഉണ്ടാവുകയില്ല. പക്ഷെ ഇന്ന് അല്പം പ്രയാസം ഞാൻ അനുഭവിക്കുന്നു. അല്ലാഹു ഹബീബായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സക്രാത്തിന്റെ ഹാലിൽ പറഞ്ഞല്ലോ, ഇന്നലിൽ മൗതി സക്രാത്ത്, ഇന്നലിൽ മൗതി സക്രാത്ത്, ഇന്നലിൽ മൗതി സക്രാത്ത്. തീർച്ചയായിട്ടും മരണത്തിന് വേദനയുണ്ട്, മരണത്തിന് ലഹരിയുണ്ട്, മരണത്തിന് പ്രയാസമുണ്ട്, മരണത്തിന് താങ്ങാൻ പറ്റാത്ത വേദനയുണ്ട് എന്ന് ഹബീബായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മരണത്തിന്റെ സമയത്ത് പോലും പറഞ്ഞു. മലക്കുൽ മൗത്ത് ആത്മാവിനെ പിടിക്കുന്ന നേരത്ത് ഇത്രമാത്രം ഗൗരവത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രവാചകനിക്ക് ആ വേദന വന്നിട്ടുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മളൊക്കെ മരിക്കുന്ന സന്ദർഭത്തിൽ എത്രമാത്രമാണ് ആ ഒരു നിമിഷത്തിന്റെ കാഠിന്യമെന്ന് ഓർത്തു നോക്കണം ഞാനും നിങ്ങളുമൊക്കെ. അതുകൊണ്ട് പ്രിയമകളെ, ഇന്നത്തോടുകൂടി നിന്റെ ഉപ്പയുടെ വേദന അവസാനിക്കും. നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ തിരുമുഖമാണല്ലോ ഞാൻ കാണാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പേരക്കുട്ടികളായ ഹസൻ, ഹുസൈൻ അവരെ വിളിച്ചു, അവർക്ക് ഉമ്മ കൊടുത്തു. പ്രവാചകന്റെ ഭാര്യമാരെ വിളിച്ചു, ഭാര്യമാരെ ഉപദേശിച്ചു. അപ്പോൾ ഇതൊക്കെ സംഭവിച്ച് കഴിഞ്ഞപ്പോഴേക്കും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വല്ലാത്തൊരു വേദന പെട്ടെന്ന് അനുഭവപ്പെട്ടു. ഖൈബറിൽ വെച്ചിട്ട് ജൂത സ്ത്രീ ആട്ടിൻ മാംസത്തിൽ കലർത്തി കൊടുത്ത ആ വിഷത്തിന്റെ വേദന ആ സന്ദർഭത്തിൽ പ്രവാചകനിക്ക് ഇറങ്ങി വരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതുവരെ ആ വിഷം തടഞ്ഞു വെച്ചിരിക്കുന്നു. പക്ഷെ ഇപ്പോൾ കഠിനമായ വിഷത്തിന്റെ ആ ഒരു കഠിനമായ വേദന ആ സന്ദർഭത്തിൽ കടന്നു വരികയാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ മാ അസാലു അജിദു അലമു തുആം അല്ലദി അക്കൽതു ബി ഖൈബർ. ആയിഷ, ഖൈബറിൽ എനിക്ക് വിഷം കലർത്തി തന്ന ആ മാംസമുണ്ടല്ലോ, ജൂതസ്ത്രീ, അതിന്റെ വേദന ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്നു ആയിഷ എന്ന് അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വേദന കടിച്ചിറക്കിക്കൊണ്ട് പറയുകയാണ്. അങ്ങനെ റബീഉൽ അവ്വൽ 12 ഹിജറ 11 ദുഹാ നേരത്ത് ഏകദേശം 10 മണിക്ക് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് നിന്ന് വിടവാങ്ങുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്ന സമയത്ത് ആയിഷ ബീവിയുടെ മടിയിൽ കിടന്നാണ് മരിക്കുന്നത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ സഹോദരൻ, അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു മിസ്വാക്ക് ഉണ്ട്. ആ മിസ്വാക്ക് വായിൽ വെച്ചുകൊണ്ട് തിരികുന്ന സമയത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയുടെ സഹോദരന്റെ മുഖത്തേക്ക് നോക്കുകയാണ്. അപ്പോൾ ആയിഷ ബീവിക്ക് മനസ്സിലായി അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മിസ്വാക്ക് ചെയ്യണം. അങ്ങനെ ആ മിസ്വാക്ക് വാങ്ങിയിട്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തന്റെ വായിലേക്കിട്ട് ഒന്ന് ചവച്ച് പദമാക്കിയിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പല്ല് മൃദുവായി തേച്ചു കൊടുത്തു. ആയിഷ റളിയല്ലാഹു അൻഹ പിന്നീട് പറയുകയുണ്ടായി, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കണ സമയത്ത് എന്റെയും പ്രവാചകന്റെയും ഉമിനീര് ഒരുമിച്ച് കലർന്നുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് നിന്ന് വിടവാങ്ങിപ്പോയത്. ഒരു ഭാര്യയുടെയും ഭർത്താവിന്റെയും അത്രമാത്രം അഭേദ്യമായ സ്നേഹത്തിന്റെയും പ്രേമത്തിന്റെയും ഒക്കെ അടയാളമായിരുന്നു നമുക്ക് ആ സന്ദർഭത്തിൽ കാണാൻ സാധിക്കാം. എത്രമാത്രം സന്തോഷമുണ്ടായിരിക്കും ഒരു ഭർത്താവിന് ഒരു ഭാര്യയുടെ ഉമിനീരുമായി മരണപ്പെടുന്ന നേരം. അതേപോലെ തന്നെ ഒരു ഭാര്യയെ സംബന്ധിച്ച് തന്റെ ഉമിനീര് കലർന്ന
ആ ഉമിനീരുമായി തന്റെ പ്രിയതമൻ ഈ ദുനിയാവിൽ നിന്ന് വഫാത്തായി പോകുമ്പോൾ ആ സ്ത്രീക്ക് എത്രമാത്രം സന്തോഷമുണ്ടാവും. സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ഈ സ്ത്രീ ഭാര്യ ഭർത്താക്കന്മാർക്കൊക്കെ ലഭിക്കുന്ന അപൂർവമായ ചില നിമിഷങ്ങളാണ് നമുക്ക് ആ സന്ദർഭത്തിൽ കാണാൻ സാധിക്കുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നൽ മൗത്ത് സക്രാത്ത്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല, തീർച്ചയായിട്ടും മരണത്തിന് കഠിനമായ വേദനയുണ്ട്. പ്രിയമുള്ളവരെ, വളരെ ചുരുങ്ങിയ രൂപത്തിലാണ് ഞാൻ സംഭവം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. മരണവിവരം അറിഞ്ഞ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ ഓടിയെത്തി മുഖത്തെ പുതുപ്പി നീക്കി അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുഖം ചുംബിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു ഈ മരണവാർത്ത കേട്ട സന്ദർഭത്തിൽ അദ്ദേഹത്തിന് താങ്ങാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ആകപ്പാടെ പരിഭ്രാന്തനായി വളരെ ഒച്ച വെച്ച് ബഹളം വെച്ചു. ഈ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മിമ്പറിൽ കയറി നിന്നുകൊണ്ട് ഈ പറയുന്ന ആയത്തോതി, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ മിൻ ഖദ് ഖലത്ത് മിൻ ഖബ്ലിഹി റസൂലു, ആൽ ഇംറാനിലെ 144-ാമത്തെ ആയത്തോതി. അതിന്റെ ചുരുക്കം എങ്ങനെയാണ്? മുഹമ്മദ് എന്ന് പറയുന്നത് റസൂല് മാത്രമാണ്. ഈ പ്രവാചകനിക്ക് മുമ്പ് പല പ്രവാചകന്മാരും കടന്നു പോയിട്ടുണ്ട്, യുദ്ധത്തിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട്, യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്, പല അപകടവും സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു പ്രവാചകൻ മരിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതിൽ നിന്നൊക്കെ പിന്മാറി പോവുകയാണോ എന്ന ആയത്ത് കേട്ടപ്പോഴാണ് ഉമർ റളിയല്ലാഹു അൻഹു അല്പം ഒന്ന് ശാന്തമായത്. സ്വഹാബിമാർ പറയുകയാണ്, ഈ ആയത്ത് മുമ്പ് കേട്ടിട്ടില്ല എന്നതുപോലെ അവർ ആയത്തിന്റെ മുമ്പിൽ ഇങ്ങനെ പിടിച്ചു നിന്നു. അവരൊക്കെയും ആയത്ത് മനഃപ്പാഠമാക്കിയ ആൾക്കാരാണ്. പക്ഷെ ആ സന്ദർഭത്തിൽ ആ ആയത്ത് കേട്ടപ്പോൾ അവരൊക്കെ പറഞ്ഞത് മുമ്പ് ഞങ്ങൾ ഇത് കേട്ടിട്ടില്ലല്ലോ എന്ന രൂപത്തിലാണ് അവിടെ സങ്കടങ്ങൾ ഈ ആയത്തിലൂടെ മാറ്റാൻ സാധിച്ചത്. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുഃഖങ്ങളും സങ്കടങ്ങളും പരീക്ഷണങ്ങളും എല്ലാം നമുക്കതിനെ ഒരു ഓവർകം ചെയ്യാൻ, അതിനെ മാറ്റിയെടുക്കാൻ എന്താണ് വേണ്ടത്? വിശുദ്ധ ഖുർആനിലെ ആയത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ മാത്രമാണ്. ഞാനത് ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. അങ്ങനെ പ്രവാചകന്റെ ജനാസ കുളിപ്പിച്ചു. അബ്ബാസ് റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, അബ്ബാസിന്റെ 2 മക്കളും കൂടി പ്രവാചകന്റെ മൗലയായ ഷക്രാൻ, ഇവരാണ് പ്രവാചകന്റെ ജനാസ കുളിപ്പിച്ചത്. 2 പേര് വെള്ളമൊഴിച്ചു, 2 പേര് പ്രവാചകനെ ചെരിച്ചു കിടത്തി. അലി റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ ശരീരത്തിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ശരീരം വൃത്തിയാക്കി. അദ്ദേഹം പറഞ്ഞു പോയി, അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറഞ്ഞു പോയി, മാ ത്വയ്യിബ്, ജീവിതത്തിലും മരണത്തിലും താങ്കളുടെ ശരീരം എത്ര സുഗന്ധമാണ് പ്രവാചകരെ എന്ന് പോലും അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ആ കുളിപ്പിച്ച സന്ദർഭത്തിൽ പറഞ്ഞുപോയി. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസ്ത്രം മാറ്റാതെ അതേ വസ്ത്രത്തിൽ തന്നെയാണ് പ്രവാചകനെ കുളിപ്പിച്ചത്. 3 വസ്ത്രങ്ങളിൽ കഫൻ ചെയ്തു. ആയിഷ ബീവിയുടെ മുറിയിൽ അവിടെ ഖബർ ഒരുക്കി. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹയാണ് ഖബർ ഒരുക്കിയത്. മയ്യിത്ത് സംസ്കാരത്തിന് ആരും ഇമാമത്ത് നിന്നില്ല. ആദ്യം ബന്ധുക്കൾ നമസ്കരിച്ചു, പിന്നീട് മുഹാജിറുകൾ നമസ്കരിച്ചു, പിന്നീട് അൻസാരികൾ നമസ്കരിച്ചു, പിന്നീട് സ്ത്രീകളും കുട്ടികളും മാറി മാറി നമസ്കരിച്ചു. ചൊവ്വാഴ്ച രാത്രി അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുശരീരം ഖബറിൽ അടക്കപ്പെടുകയും ചെയ്തു. ഇതാണ് പ്രവാചകന്റെ വഫാത്ത്. പ്രിയമുള്ളവരെ, നമുക്ക് പ്രവാചകനെ കാണാനുള്ള ഒരു സന്ദർഭം ഉണ്ടായിട്ടില്ല, നമ്മൾ പ്രവാചകനെ കണ്ടിട്ടില്ല. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ അവശേഷിപ്പിച്ച പ്രവാചകന്റെ സുന്നത്തുകളുണ്ട്. എത്രയോ സുന്നത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു. ഖുർആൻ പറഞ്ഞല്ലോ, ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുക്കുമുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്താണ് വേണ്ടത്? എന്നെ പിൻപറ്റുക. അള്ളാഹുവിന്റെ പ്രവാചകന്റെ വാക്ക് ഖുർആനിലൂടെ അള്ളാഹു പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിനെ നിങ്ങൾ സ്നേഹിക്കുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകനെ നിങ്ങൾ പിൻപറ്റണം, എങ്കിൽ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കും. പ്രവാചകന്റെ ചര്യ, പ്രവാചകൻ പഠിപ്പിച്ച സുന്നത്ത് ദിക്റുകള്, ദുആകള്, സുന്നത്ത് നമസ്കാരങ്ങള്, സൽസ്വഭാവങ്ങള്, ആളുകളുമായിട്ട് പെരുമാറുന്ന മര്യാദകള്, അതിഥികളെ സേവിക്കല്, അതുപോലെ തന്നെ അനാഥകളെ സംരക്ഷിക്കല്, എത്രയോ മഹത്തായ സാരോപദേശമാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലൂടെ, ചരിത്രത്തിലൂടെ, സീറയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് പ്രവാചകന്റെ സ്നേഹം എന്ന് പറയുന്നത്
അള്ളാഹുവിന്റെ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ നാം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായിട്ട് ഏതാണ്ട് 1400 അധികം വർഷം കഴിഞ്ഞു. നമുക്ക് നബിയെ കാണാനോ നമ്മൾ പറഞ്ഞ പോലെ നബിയെ പിന്നെ ജീവിക്കാനും സാധിച്ചിട്ടില്ല. എന്നാൽ ഈ 1400 വർഷത്തിന് ശേഷം സ്വഹാബിമാർ ജീവിച്ചു, താബികൾ ജീവിച്ചു. അവരാരും ഈ നമ്മുടെ നാട്ടിൽ കാണുന്ന ഈ നബിദിനം ഒരിക്കലും കൊണ്ട് ആഘോഷിയെ നമുക്ക് എവിടെയും കാണാൻ സാധിക്കില്ല. ഏകദേശം ഹിജറ 4 ശേഷമാണ്. പ്രവാചകൻ മരിച്ചു, 4 നൂറ്റാണ്ട് കഴിഞ്ഞു. ഈജിപ്റ്റ് ഭരിച്ചിരുന്ന ഫാത്തിമീങ്ങൾ, ഉബൈദികൾ എന്ന് പറയുന്ന ഷിയാക്കളാണ് നമ്മൾ ഈ കാണുന്ന ഈ കോലാഹലങ്ങൾ, ഈ നേർച്ചകളും ഈ വഴിപാടുകളും ഈ തോരണങ്ങളും ഈ പള്ളി ഇങ്ങനെ ഇതുപോലെയുള്ള കോപ്രാട്ടിത്തരങ്ങളിലൂടെ വെളിച്ചമാക്കപ്പെടുന്നതൊക്കെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു 4 നൂറ്റാണ്ടിന് ശേഷമാണ്. പ്രവാചകന്റെ കൂടെ യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകൾ, പ്രവാചകന് വേണ്ടി എന്തും ത്യജിക്കാൻ സന്നദ്ധരായ ആളുകൾ, പ്രവാചകനെ കല്യാണം കഴിക്കാൻ വേണ്ടി മത്സരിച്ച സ്ത്രീകൾ, എത്രയോ ആളുകൾ പ്രവാചകൻ മരണശേഷം ജീവിച്ചു. അവരാരും ഈ പറയപ്പെട്ട നബിദിനം ആഘോഷിച്ചിട്ടില്ല എങ്കിൽ പ്രിയമുള്ളവരെ, ചോദിക്കേണ്ട ചോദ്യം എന്താണത്? അവർക്കാർക്കും അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകനോട് സ്നേഹമുണ്ടായിരുന്നില്ലേ? പ്രവാചകനെ കണ്ടവരല്ലേ? അവരല്ലേ പ്രവാചകന്റെ സ്നേഹം എന്ന് പറയുന്നതിന്റെ അടയാളമായിട്ട് ഈ രൂപത്തിലുള്ള ആഘോഷങ്ങൾ, നബിദിനം ആഘോഷിക്കേണ്ടത്? അവരാരും ആഘോഷിച്ചില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ജീവിച്ചു, ഉമർ റളിയല്ലാഹു ജീവിച്ചു, ഉസ്മാൻ റളിയല്ലാഹു ജീവിച്ചു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു ജീവിച്ചു. ഇവരാരും ആഘോഷിക്കാത്ത ആ ആഘോഷം പ്രിയമുള്ളവരെ, കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ദീനിൽ ഇല്ലാത്തതാണ്, വിശുദ്ധ ഖുർആനിൽ കാണാത്തതാണ്, അള്ളാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്തിൽ സ്ഥിരപ്പെടാത്തതാണ്, സീറകളിൽ കാണപ്പെടാത്തതാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ ഓണത്തിനും ഈ ക്രിസ്മസിനും ഒക്കെ തട്ടമിട്ട പെണ്ണുങ്ങൾ ആടി തിമിർക്കുന്നത് പോലെ ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി ഷിയാക്കൾ കൊണ്ടുവന്ന ഒരു വലിയ അപകടകരമായ പ്രവർത്തനമാണ് പ്രിയമുള്ളവരെ നാം ഈ നാട്ടിൽ കാണുന്ന നബിദിനത്തിന്റെ പേരിൽ കാണുന്ന ഈ കോപ്രാടിത്തരങ്ങൾ. ഞാൻ ആദ്യം പറഞ്ഞു, ആരോടും വൈരാഗ്യമില്ല, വിദ്വേഷമില്ല. നമ്മുടെ മരണത്തിന്റെ വിഷയമാണ്, സ്വർഗത്തിന്റെ വിഷയമാണ്, പരലോകത്തിന്റെ വിഷയമാണ്. അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് യഥാർത്ഥ ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കി പഠിച്ച് ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകന്റെ മരണത്തിലൂടെ നമുക്ക് എന്താണ് ലഭിക്കാനുള്ളത്, പ്രവാചകന്റെ ജീവിതത്തിൽ നിന്നും നമുക്ക് എന്താണ് മനസ്സിലാക്കാനുള്ളത്, അത് നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും അവൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബേ, ഞങ്ങളിൽ നിന്ന് വന്നുപോയിട്ടുള്ള തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും എല്ലാം നീ പുറത്ത് മാപ്പാക്കി തരുന്ന തമ്പുരാനെ. റബ്ബന ഹബലന മിൻ അസ്വാജിന വദുരിയാതിന ഖുറത അയ്നിൻ വജഅൽന ലിൽമുത്തഖിന ഇമാമ. റബ്ബന ലാ തജ്ഗൽ ഫീ ഖുലൂബിന ഗില്ലൻ ലില്ലദീന ആമനു റബ്ബന ഇന്നക റഊഫുർ റഹീം. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.